എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 8 ക്ലൈമാറ്റിക് റീജിയൻസിൽ ആദ്യത്തേതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലൈമാറ്റിക് റീജിയൻ ആയിട്ടുള്ള മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ഡിസ്കസ് ചെയ്യാം. ഈ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഈ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനകത്ത് ഉൾപ്പെടുന്ന ഒരു രാജ്യമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ക്ലൈമാറ്റിക് റീജിയനാണ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയാം. നമ്മുടെയൊക്കെ ക്ലൈമാറ്റിക് റീജിയൻ മൺസൂൺ ആണ്. Didn't you know that the Indian subcontinent of which our country is a part receives rain mostly during the monsoon season? നമുക്കറിയില്ലേ, അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയുന്നതിൽ നമ്മുടെ രാജ്യം അടക്കം ഉൾപ്പെടുന്ന ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിനകത്ത് പ്രധാനമായിട്ടും മഴ ലഭിക്കുന്നത് മൺസൂൺ സീസണിലാണ് എന്നുള്ള കാര്യം നമുക്കറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ മൺസൂണിനെ വളരെ അധികം ഡിപ്പെൻഡ് ചെയ്യുന്ന, അതായത് മൺസൂൺ കാരണം മഴ ലഭിക്കുന്ന, നമ്മുടെ ക്ലൈമറ്റിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ, നമ്മുടെ അഗ്രികൾച്ചറിനെ, നമ്മുടെ ഫ്ലോറ ആൻഡ് ഫോണ എല്ലാത്തിനെയും നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മൺസൂണാണ്. അതാണ് മൺസൂൺ ക്ലൈമാറ്റിക് സീസൺ അല്ലെങ്കിൽ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ ഒരു ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെൻറ്റിൻ്റെ ഒരു സദേൺ പാർട്ടാണ്. ഈ സദേൺ പാർട്ടിൽ വേറെയും ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഏറ്റവും വലിയൊരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഈ ഇന്ത്യയുടെ ചുറ്റുമുള്ള ചില രാജ്യങ്ങൾ, അതിൽ ഇന്ത്യൻ നെയ്ബറിങ് കൺട്രീസും നെയ്ബറിങ് അല്ലാത്ത ചില രാജ്യങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പം അതിൽ പാകിസ്ഥാൻ വരും, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, മാൽദീവ്സ്, ഇങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളെല്ലാം, നേപ്പാൾ, ഇങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന്. അതിൽ ഇന്ത്യയാണ് ഏറ്റവും വലുത്, അതുകൊണ്ടാണ് ഇന്ത്യ എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ മിക്കതും ഏതാണ്? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനകത്താണ് വരുന്നത്. ഓക്കെ, മൺസൂൺസ് ആർ ദ സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് സിസ്റ്റം. നമുക്കറിയാം മൺസൂണിനെ പറ്റിയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ മൺസൂൺ വിൻഡിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്ലൈമാറ്റിക് റീജിയനാണ് ഏതെന്ന് പറയുന്നത് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. മൺസൂൺ വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? റിവേഴ്സൽ ഓഫ് വിൻഡാണ്, സീസണൽ റിവേഴ്സലാണ്. അതായത് സമ്മറിൽ ഒരു ഡയറക്ഷനിൽ വീശുന്നു, വിൻ്ററിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ഡയറക്ഷൻ റിവേഴ്സലായിട്ട് വീശുന്നു. സമ്മറിൽ എന്ത് ഡയറക്ഷനിലാണ് വീശിയിട്ടുണ്ടായിരുന്നത്? സമ്മറിൽ വീശിയിട്ടുണ്ടായിരുന്നത് അത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലായിരുന്നു. വിൻ്ററിൽ അത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ റിവേഴ്സലായിട്ട് വീശുന്നു. അപ്പോൾ ഈ മൺസൂൺ വിൻഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്ലൈമാറ്റിക് റീജിയനാണ് ഈ പറയുന്ന മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ദീസ് വിൻഡ്സ് ബ്ലോ ഫ്രം സീ ടു ലാൻഡ് ഇൻ സമ്മർ ആൻഡ് ഗെറ്റ് റിവേഴ്സ്ഡ് ഫ്രം ലാൻഡ് ടു സീ ഇൻ വിൻ്റർ. അല്ലേ? മൺസൂൺ വിൻഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഈ പറയുന്ന സൗത്ത് വെസ്റ്റ് മൺസൂണായിട്ട് വീശുന്നത് അതെപ്പോഴാണ്? സമ്മറിലാണ്. സമ്മറിൽ ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാളും വഴി, അതായത് പ്രധാനമായിട്ടും സീയിൽ നിന്ന് ലാൻഡിലോട്ടേക്ക് വീശിയതാണ് ഏതെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ. തിരിച്ച് വിൻ്റർ ആയപ്പം ലാൻഡിൽ നിന്ന് പിന്നെ ഈ പറയുന്ന ഇന്ത്യൻ ഓഷ്യനിലോട്ടേക്കും ബേ ഓഫ് ബംഗാളിലോട്ടേക്കുമായിട്ട് വീശിയതാണ്. തിരിച്ച് ലാൻഡിൽ നിന്ന് സീയിലോട്ടേക്ക് ഇങ്ങനെ റിവേഴ്സലായിട്ട് വീശിയ രണ്ട് വിൻഡുകളാണ് ഈ മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് റീജിയൻ ഈസ് നോൺ ആസ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ബിക്കോസ് ഓഫ് ദ ഡിസിസീവ് ഇൻഫ്ലുവൻസ് ഓഫ് മൺസൂൺ വിൻഡ്സ്. ഇവിടെ നിന്നാണ് നമ്മുടെ പോയിന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മൺസൂൺ വിൻഡുകൾക്ക് വളരെയധികം ഡിസിസീവ് ഇൻഫ്ലുവൻസ് ഉള്ള, അതായത് വളരെ നിർണായക സ്വാധീനമുള്ളതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളെ എന്തെന്ന് വിളിക്കുന്നത്? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. മൺസൂൺ വിൻഡുകൾക്ക് വളരെയധികം നിർണായക ഒരു ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണ് അതിനെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് വിളിക്കുന്നത്. ഈസ് മൺസൂൺ ക്ലൈമാറ്റ് എക്സ്പീരിയൻസ് ഓൺലി ഇൻ ദ സബ് കോണ്ടിനെൻറ്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ മാത്രമാണോ മൺസൂൺ ഉള്ളത്? അല്ല, വേറെയും സ്ഥലങ്ങളിലുണ്ട്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലാണ് മെയിനായിട്ട് മൺസൂൺ ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് മൺസൂൺ ക്ലൈമാറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ മാത്രമല്ല, പക്ഷേ മെയിൻലി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലാണ്. സം അതർ റീജിയൻസ് ഓഫ് ദ വേൾഡ് ഓൾസോ എക്സ്പീരിയൻസ് സിമിലർ ക്ലൈമാറ്റിക് കണ്ടീഷൻ. ലോകത്തിൻ്റെ വേറെ പല ഭാഗങ്ങളിലും ഇതേ മൺസൂൺ ക്ലൈമറ്റ്
കണ്ടീഷൻ തന്നെ ഉണ്ട്. അത് ഏതാണെന്ന് നമുക്ക് ഫിഗർ 2.2 നോക്കിയിട്ട് മനസ്സിലാക്കാം. ഏതൊക്കെയാണ് നോക്കൂ, ഇവിടെ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൻ്റെ ഭാഗത്തുണ്ട് അല്ലേ, അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഭാഗത്തുണ്ട്, ആഫ്രിക്കയുടെ ഒരു സൈഡിൽ കണ്ടില്ലേ, ആഫ്രിക്കയുടെ ഒരു ഈസ്റ്റേൺ സൈഡിലുണ്ട്, ഓസ്ട്രേലിയയുടെ ഒരു നോർത്തേൺ സൈഡിലുണ്ട്, സൗത്ത് അമേരിക്കയുടെ ഒരു ഈസ്റ്റേൺ സൈഡിലുണ്ട്, സൗത്ത് അമേരിക്കയുടെ ഒരു നോർത്ത് സൈഡിലുമുണ്ട്, നോർത്ത് അമേരിക്കയുടെ ഒരു സദേൺ പാർട്ടിലുമുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ എന്ത്, പിന്നെ നമുക്ക് എവിടെ എഴുതാൻ പറ്റുക, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുണ്ട്, പിന്നെ എവിടെ എഴുതാൻ പറ്റുക നമുക്ക്, അതുപോലെ തന്നെ നോർത്ത് ഓഫ് ഓസ്ട്രേലിയയുടെ നോർത്ത് ഭാഗത്തുണ്ട്. പിന്നെ എവിടെയാണ്, പിന്നെ നമുക്ക് എവിടെ എഴുതാൻ വേണ്ടി പറ്റുക, സദേൺ പാർട്ട് ഓഫ് ഏത്, നോർത്ത് അമേരിക്കയുടെ സദേൺ പാർട്ടിലുണ്ട്. പിന്നെ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ആഫ്രിക്ക, പിന്നെ നമുക്ക് മൊത്തത്തിലൊരു എന്താ പറയുക, നോർത്ത് ഈസ്റ്റ് ഓഫ് സൗത്ത് അമേരിക്ക എഴുതാം. നോർത്ത് ഈസ്റ്റ് ഓഫ് സൗത്ത് അമേരിക്ക അല്ലേ, നോർത്തിലും ഉണ്ട് അതുപോലെ ഈസ്റ്റിലും ഉണ്ട്. അത് നമുക്ക് മൊത്തത്തിൽ അതിന് നോർത്ത് ഈസ്റ്റ് നമുക്ക് എഴുതാം, നോർത്ത് ഈസ്റ്റ് ഓഫ് സൗത്ത് അമേരിക്ക. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ട്, ഈ പറയുന്ന ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിന് പുറമെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ഉള്ള സ്ഥലങ്ങളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. മൺസൂൺ ക്ലൈമറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ലോങ് ആൻഡ് ഹ്യൂമിഡ് സമ്മർ ആൻഡ് ഷോർട്ട് ഡ്രൈ വിൻ്റർ. ഇവിടുത്തെ ഒരു ക്ലൈമറ്റാണ് പറഞ്ഞിട്ടുള്ളത്, നോട്ട് ചെയ്ത് വെക്കാവുന്ന ക്ലൈമറ്റാണ്. എന്താണ് മൺസൂൺ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ലോങ് ആൻഡ് ഹ്യൂമിഡ് സമ്മർ, വേനൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീണ്ട വേനൽക്കാലമാണ്. മാത്രമല്ല അതൊരു ഹ്യൂമിഡ് വേനൽക്കാലം കൂടിയാണ്. നമുക്കറിയാം വേനൽക്കാലത്താണ് മൺസൂൺ മഴ പെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ വേനലാണ്. ഇന്ത്യയിൽ ഒരു മാർച്ച് തൊട്ടിട്ട് ഏകദേശം ഒരു സെപ്റ്റംബർ വരെ നമുക്ക് വേനലാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ മൺസൂൺ വിൻഡ് വീശുന്നതും മൺസൂൺ മഴ വരുന്നതൊക്കെ. ഈ മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ശരിക്കും വേനലാണ്, സമ്മറാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വേനൽക്കാലത്താണ് ഈ പറയുന്ന മഴ പെയ്യുന്നത്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നമുക്ക് മഴയൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ മൺസൂൺ സീസണാണ്. പകരം എന്താ ഉള്ളത്, ചൂടല്ലേ ഉള്ളത്. അപ്പോൾ നമ്മുടെ സമ്മറിലാണ് ഈ മഴയുള്ളത്. അപ്പോൾ ഈ ലോങ് സമ്മറിനിടയിൽ ഈ പറയുന്ന വെള്ളം, അതായത് മഴ കൂടി പെയ്യുമ്പോൾ അത് ഹ്യൂമിഡ് സമ്മറായി മാറുന്നുണ്ട്. അപ്പോൾ ലോങ് ആയിട്ടുള്ള ഹ്യൂമിഡ്, അതായത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റും കൂടി അറ്റ്മോസ്ഫിയറിലുള്ളതുകൊണ്ട് ലോങ് ആൻഡ് ഹ്യൂമിഡ് സമ്മറാണുള്ളത്. ഇനി ഇവിടുത്തെ വിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടാണ്, ഡ്രൈ വിൻ്ററാണ്, ചെറിയ വിൻ്ററാണ്, കുറച്ച് കാലേ വിൻ്റർ ഉണ്ടാവുള്ളൂ നമുക്ക്. പക്ഷേ അതെന്തായിരിക്കും ഉള്ളത്, ഡ്രൈ ആയിരിക്കും, വരണ്ട വിൻ്ററാണ് നമുക്കുള്ളത്. ഇൻ മൺസൂൺ climatic regions, diurnal range of temperature is very low in coastal areas and very high in the interiors. അതായത് നമ്മൾ ഡയേണൽ ടെമ്പറേച്ചർ എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഡയേണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്താണെന്ന് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറിൽ നിന്ന് ഒരു ദിവസത്തെ മിനിമം ടെമ്പറേച്ചർ കുറച്ചാൽ കിട്ടുന്ന എത്രയാണ്, അതിനെയാണ് നമ്മൾ ഡയേണൽ, ഒരു ദിവസത്തെ ഡയേണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയാറുള്ളത്. ഈ ഡയേണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഇന്ന് ഇവിടെ ഉള്ളത് ഒരു 35 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 35 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഇന്ന് മാക്സിമം 35 ഡിഗ്രി സെൽഷ്യസ് വന്നു. ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു എന്താ പറയുക, ഒരു 20 ഡിഗ്രിയാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മിനിമം ടെമ്പറേച്ചർ. അപ്പോൾ എത്രയാണ് ഡയേണൽ ടെമ്പറേച്ചർ വരിക, 15 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനകത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ഡയേണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എത്രയാണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, കോസ്റ്റൽ റീജിയൻസിൽ, അതായത് ഈ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഡയേണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കുറവായിരിക്കും, വെരി ലോ ആണ്. എന്നാൽ കോസ്റ്റലിൽ നിന്ന് വളരെ ഹൈ ഇൻറ്റീരിയർ, അതായത് വളരെ അകലെ നിൽക്കുന്ന, അതായത് കടൽ തീരത്ത് നിന്ന് കടൽ തീരമില്ലാതെ നിൽക്കുന്ന പ്രദേശങ്ങളുണ്ട് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനിൽ. അവിടങ്ങളിൽ ഡയേണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ ഈ ഡയേണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈ അതായത് കടൽ തീരമുള്ള കോസ്റ്റൽ റേഞ്ചുള്ള സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 35 വന്നു മാക്സിമം, ഒരു
32 അല്ലെങ്കിൽ ഒരു 30 ഒക്കെ ആയിരിക്കും മിനിമം വരുന്നുണ്ട്, അല്ലെങ്കിൽ 28 മിനിമം വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അന്നത്തെ ഒരു ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 7 ഡിഗ്രി ആയിരിക്കും. എന്നാൽ ഒരു കുറച്ചും കൂടെ കടൽ തീരമില്ലാത്ത ഉള്ള ഏരിയ, ഇതിപ്പോൾ നമുക്കൊരു നമ്മുടെ കേരളത്തിൻ്റെ ഭാഗം എടുത്തു, എന്നാൽ ഒരു ഡൽഹി പോലത്തെ സ്ഥലം എടുത്ത് നോക്കൂ. ഡൽഹിയിൽ ഇപ്പം ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ഒരു 38 രേഖപ്പെടുത്തി എന്ന് വിചാരിക്കുക. മിനിമം ടെമ്പറേച്ചർ ചിലപ്പം വളരെ ചെറുതായിരിക്കും, ഒരു എന്തായിരിക്കാം, ഒരു 10 അല്ലെങ്കിൽ ഒരു 12 ഒക്കെ ആയിരിക്കാം. 12 ഡിഗ്രി ആണെങ്കിൽ എത്രയായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക? 16 അല്ല സോറി, എന്താ പറയുക, 38ൽ നിന്ന് 12 കുറച്ച് കഴിഞ്ഞാൽ 28ഉം അതുപോലെ തന്നെ ഒരു 2 കൂടെ കുറക്കുക, അതായത് 26 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറാണ്. അപ്പോൾ നോക്കൂ, കോസ്റ്റൽ റീജിയനിൽ ചെറുതാണ് ലോ ആണ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, എന്നാൽ നമ്മുടെ ഇൻറ്റീരിയർ സ്ഥലത്ത് എന്താണ് കൂടുതലാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു സവിശേഷതയായിട്ട് എഴുതാം. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇപ്പോൾ ഡൽഹി പോലത്തെ സ്ഥലത്ത് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കൂടാനുള്ള റീസൺ എന്താ? അവിടെ കോസ്റ്റൽ തീരമില്ല. കോസ്റ്റൽ തീരം ഉണ്ടെങ്കിൽ അവിടെ ലാൻഡ് ബ്രീസും സീ ബ്രീസും ഉണ്ടായിരിക്കും. ലാൻഡ് ബ്രീസും സീ ബ്രീസും ഉണ്ടായിരിക്കുമ്പോൾ എന്താണ് ഗുണം? ടെമ്പറേച്ചർ വലിയ അളവിലേക്ക് കൂടുകയോ വലിയ അളവിലേക്ക് കുറയുകയോ ചെയ്യില്ല. കാര്യം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വീശുന്നത് കൊണ്ട് അത് വലിയ അളവിലേക്ക് കൂടുകയോ കുറയുകയോ ചെയ്യില്ല. അതുകൊണ്ട് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ലോ ആയിരിക്കും. എന്നാൽ ഇൻറ്റീരിയർ പാർട്ടിലോ കടലില്ല, അതുകൊണ്ട് തന്നെ ലാൻഡ് ബ്രീസും സീ ബ്രീസും ഇല്ല. അപ്പം ചൂട് കൂടിയാൽ അതിനെ കുറയ്ക്കാനോ ചൂട് കുറഞ്ഞാൽ അതിനെ കൂട്ടാനോ ആരില്ല. അതിനെ മോഡറേറ്റ് ചെയ്യാൻ ഈ ലാൻഡ് ബ്രീസും സീ ബ്രീസും ഇല്ല. അതുകൊണ്ട് ഇൻറ്റീരിയർ പാർട്ടിൽ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും. വൈ ഡസ് ദിസ് ഡിഫറൻസ് ഇൻ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഒക്കർ? അതിൻ്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്, ലാൻഡ് ബ്രീസും സീ ബ്രീസും. ലാൻഡ് ബ്രീസും സീ ബ്രീസും എവിടെയുണ്ട്? കോസ്റ്റൽ റീജിയൻസിലുണ്ട്, മറ്റിടത്ത് അതില്ല. ഡിപ്പെൻഡിങ് ഓൺ അപ്പോൾ ഇതൊരു പോയിൻ്റായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്ന, രണ്ടാമത്തെ പോയിൻ്റായിട്ട് എഴുതാവുന്നൊരു കാര്യമാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ ഫാക്ടേഴ്സ് ലൈക്ക് ഫിസിയോഗ്രഫി, ഡയറക്ഷൻ ഓഫ് വിൻഡ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ കോസ്റ്റ്, റെയിൻഫോൾ ഡിസ്ട്രിബ്യൂഷൻ ഓൾസോ വാരീസ് ഇൻ ദ മൺസൂൺ റീജിയൻസ്. ഈ മൺസൂൺ എന്ന് പറയുന്ന കാറ്റ് ഈ സ്ഥലങ്ങളിലൊക്കെ, ഈ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനിലെ സ്ഥലങ്ങളിലൊക്കെ ഒരേപോലെ അല്ല വീശുന്നത്. ചില സ്ഥലത്ത് വളരെ സ്പീഡിൽ വീശാറുണ്ട്, ചില സ്ഥലത്ത് വളരെ അങ്ങോട്ടേക്ക് എത്താറില്ല, കുറച്ചേ വീശാറുള്ളൂ. അപ്പം അവിടുത്തെ ഈ സ്ഥലങ്ങളിലുള്ള ഫിസിയോഗ്രഫി, ഓരോ എന്താ പറയുക സ്ഥലങ്ങളുടെയും ഒരു ആകൃതി, ഈ ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലാണ് ഈ കാറ്റ്, മൺസൂൺ കാറ്റ് അങ്ങോട്ടേക്ക് എത്തുന്നത്, ഇത് ഡിസ്റ്റൻസ് ഫ്രം ദ കോസ്റ്റിൽ നിന്ന്, കടൽ തീരത്തു നിന്ന് എത്ര അകലെയാണ്. കടൽ തീരത്തിനോട് അടുത്താണെങ്കിൽ കേരളം പോലത്തെ സംസ്ഥാനങ്ങളാണ് വലിയ മഴ കിട്ടുന്നു. കാര്യം നമ്മൾ ഈ കാറ്റിന് വളരെ കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മതി. അപ്പോൾ ഇത് അകലെയാണെങ്കിൽ അത് കിട്ടില്ല. അപ്പോൾ ഇതിനനുസരിച്ചൊക്കെ റെയിൻഫോൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തിനനുസരിച്ചിട്ട്, കാറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട്, കാറ്റ് ഈ വരുന്നത് ഈ പറയുന്ന സ്ഥലം എത്രത്തോളം എവിടുന്ന് അകലെയാണ്, കോസ്റ്റിൽ നിന്ന് അകലെയാണ്, ഇതിനനുസരിച്ചിട്ടൊക്കെ ഈ റെയിൻഫോൾ, മൺസൂൺ റെയിൻഫോളിൽ വ്യത്യാസം വരുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീജിയൻസ് വിത്ത് ആസ് ലിറ്റിൽ ആസ് 50 സെൻറ്റിമീറ്റർ ഓഫ് റെയിൻഫോൾ ടു ഏരിയാസ് റിസീവിങ് ഓവർ 1000 സെൻറ്റിമീറ്റർ ഓഫ് ആനുവൽ റെയിൻഫോൾ ക്യാൻ ബി ഫൗണ്ട് ഇൻ ദിസ് റീജിയൻ. 50 സെൻറ്റിമീറ്റർ ആനുവൽ റെയിൻഫോൾ, വർഷത്തിൽ 50 സെൻറ്റിമീറ്റർ മാത്രം മഴ ലഭിക്കുന്ന സ്ഥലങ്ങൾ തൊട്ട് 1000 സെൻറ്റിമീറ്റർ വരെ ആനുവൽ റെയിൻഫോൾ ലഭിക്കുന്ന സ്ഥലങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ഇതൊരു പോയിൻ്റായിട്ട് നിങ്ങൾക്ക് മസ്റ്റായിട്ട് എഴുതാൻ വെക്കാൻ പറ്റും. 50 സെൻറ്റിമീറ്റർ റെയിൻഫോൾ മുതൽ 1000 സെൻറ്റിമീറ്ററിൻ്റെ മേലെ റെയിൻഫോൾ ലഭിക്കുന്ന സ്ഥലങ്ങളടക്കം എവിടെയുണ്ട്? ഈ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനിലുണ്ട്. ഇനി ഇതിനെ പറ്റിയിട്ടൊക്കെ, മൺസൂൺ റെയിൻഫോളിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഡസ് കൺവെക്ഷണൽ റെയിൻഫോൾ ഒക്കർ ഇൻ ദ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ? കൺവെക്ഷണൽ റെയിൻഫോളും ഈ പറയുന്ന മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനിൽ വരാറുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെയും ചൂട് തട്ടുമ്പോൾ ഇവിടുത്തെ വാട്ടർ ബോഡീസിൽ നിന്ന് മേലേക്ക് പോയിട്ട് മഴ പെയ്യാറുണ്ട്. അത് ചില സ്ഥലങ്ങളിൽ മാത്രമാണ്, മേജറായിട്ടുള്ള ഒരു സംഗതിയല്ല എന്നാണ് പറയേണ്ടത്. ഇനി ഇവിടുത്തെ വെജിറ്റേഷൻ നമുക്ക് നോക്കാം. ലക്ഷൂറിയൻ ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻ ഡ്യൂ ടു ദ ഹൈ ടെമ്പറേച്ചർ ആൻഡ് റെയിൻഫോൾ ഹെൽപ്സ് ഫോറസ്റ്റ് ഇൻ ദിസ് റീജിയൻ ടു ബിക്കം ഡെൻസ്. ഇവിടെ വളരെ ഡെൻസ് ആയിട്ടുള്ള, ലക്ഷൂറിയൻ്റ് ആയിട്ടുള്ള വെജിറ്റേഷൻ ഉണ്ട്, വളരെ സമ്പന്നമായ സസ്യജാലങ്ങളുണ്ട്. എന്താണ് അതിന് കാരണം? എന്താ? ഇവിടെ നല്ല ചൂട് ലഭിക്കുന്നുണ്ട്, മാത്രമല്ല റെയിൻഫോളും ഉണ്ട്. നല്ല ചൂടും മൺസൂൺ കാലത്തുണ്ടാകുന്ന നല്ല മഴയും ഇതെന്ത് ചെയ്യുന്നു? ഇവിടെ വളരെ ഡെൻസ് ആയിട്ടുള്ള, വളരെ തിക്കാർന്ന കാടുകൾ ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്.
ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാവാറുള്ളത്? എവർഗ്രീൻ ആൻഡ് ഡെസീഡിയസ് ട്രീസ് ആർ ജനറലി ഫൗണ്ട് ഹിയർ. ഇവിടെ ഉണ്ടാവാറുള്ളത് എവർഗ്രീൻ ട്രീസും ഉണ്ടാവാറുണ്ട്, ഡെസീഡിയസ് ട്രീസും, അതായത് വർഷം മുഴുവൻ പച്ചപ്പോട് കൂടി നിൽക്കുന്ന മരങ്ങളും ഉണ്ടാവാറുണ്ട്. വിൻ്റർ ആവുമ്പോൾ ഇലകൾ പൊഴിച്ച്, എന്നാൽ വിൻ്റർ മാറിയിട്ട് വരുമ്പോൾ നല്ല എവർഗ്രീനായിട്ട് നിൽക്കുന്ന മരങ്ങളുണ്ട്. അതിനെയാണ് ഡെസീഡിയസ് ട്രീസ് എന്ന് പറയുക. എന്നിരുന്നാലും ഹവർ ഡെസീഡിയസ് ട്രീസ് ആർ മോർ കോമൺ. എന്നിരുന്നാലും ഈ പറയുന്ന എവർഗ്രീൻ ട്രീസിനേക്കാളും അധികവും കാണപ്പെടുന്നത് എന്താണ്? ഡെസീഡിയസ് ട്രീസ് ആണ് എന്നാണ് പറയുന്നത്. മൺസൂൺ ഫോറസ്റ്റ് ഓൾസോ നോൺ ആസ് ട്രോപ്പിക്കൽ ഡെസീഡിയസ് ഫോറസ്റ്റ് ആർ എ മിക്സ്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീസ് ഡിപ്പെൻഡിങ് ഓൺ ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ റിസീവ്ഡ്. ഈ മൺസൂൺ കാടുകളെ, മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനിലുള്ള കാടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൺസൂൺ ഫോറസ്റ്റ്. ഇതിൻ്റെ മറ്റൊരു പേരാണ്, മൺസൂൺ ഫോറസ്റ്റുകളുടെ മറ്റൊരു പേരാണ് ട്രോപ്പിക്കൽ ഡെസീഡിയസ് ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ ഡെസീഡിയസ് ഫോറസ്റ്റ് അതായത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ, ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ വിളിക്കുന്നത്? ഇത് ഡെസീഡിയസ് ഫോറസ്റ്റ് എന്ന് വിളിക്കുക, ട്രോപ്പിക്കൽ ഡെസീഡിയസ് ഫോറസ്റ്റ് എന്ന് വിളിക്കാൻ കാരണം എ മിക്സ്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീസ് ഡിപ്പെൻഡിങ് ഓൺ ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ റിസീവ്ഡ്. ഇവിടെ അധിക മരങ്ങളും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്? ഇവിടെ റെയിൻഫോൾ അനുസരിച്ചിട്ടാണ്, മഴ എത്രത്തോളം കിട്ടുന്നുണ്ടോ അതനുസരിച്ചിട്ടാണ് മിക്ക മരങ്ങളും ഇവിടെ ഉള്ളത്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീസ് ഇവിടെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? റെയിൻഫോളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. മഴയില്ലെങ്കിൽ അവയൊക്കെ എന്ത് ചെയ്യും? ഇലകൾ പൊഴിച്ച് നിൽക്കും, മഴയെ ആശ്രയിച്ചാണ്. അതുകൊണ്ടാണ് ഡെസീഡിയസ് ഫോറസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇനി എന്താ വിളിച്ചത്? ട്രോപ്പിക്കൽ ഡെസീഡിയസ് ഫോറസ്റ്റ് എന്നാണ്. ആ ഒരു ഭാഗം ഞാൻ ഇപ്പോഴേ നിങ്ങൾക്ക് ആദ്യമേ ക്ലിയർ ചെയ്ത് തരികയാണ്. ട്രോപ്പിക്കൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് ഒരു 0 ഡിഗ്രി മുതൽ നമ്മളൊരു 23 ഡിഗ്രി വരെ, 23.5 ഡിഗ്രി വരെ നോർത്തും 23.5 ഡിഗ്രി വരെ സൗത്തും, അതായത് 23.5 ഡിഗ്രി നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നും 23.5 ഡിഗ്രി സൗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നും അറിയപ്പെടുന്നു. ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കുക. ഇക്വേറ്ററിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുക. ഇക്വേറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ചൂട് കിട്ടുന്ന സ്ഥലങ്ങൾ ഭൂമിയിലെ ഈ ഏരിയകളുടെ ഉള്ളിലാണ്. അതായത് ഏകദേശം ഈ ഒരു 47 ഡിഗ്രികളുടെ ഇടയിലാണ് എന്ത് കിട്ടാറുള്ളത്? ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കാറുള്ളത്. ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ സൺറൈസിന് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ചൂട് വളരെയധികം കുറവാണ് ഇതിന് ശേഷമുള്ള പ്രദേശങ്ങളിലേക്ക്. അപ്പോൾ ഈ ഒരു ഏരിയ, ഈ 47 ഡിഗ്രികൾക്കുള്ളിൽ കിടക്കുന്ന ഏരിയകളെയാണ് നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻസ് എന്ന് വിളിക്കാം. ട്രോപ്പിക്കൽ റീജിയൻസ്. അപ്പോൾ ഇതിനുള്ളിൽ കിടക്കുന്ന രാജ്യങ്ങളെ ട്രോപ്പിക്കൽ കൺട്രീസ്. ഇതിനുള്ളിൽ വരുന്ന ഇതിനുള്ളിൽ വരുന്ന ക്ലൈമറ്റ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. ഇതിനുള്ളിൽ വരുന്ന ഫോറസ്റ്റുകൾ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകൾ, ഇങ്ങനെയൊക്കെ നമ്മൾ വിളിക്കും. ഏതാണ്ട് ഒരു 30 ഡിഗ്രി വരെയും നമുക്ക് ട്രോപ്പിക്കലായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു 23 മാത്രമല്ല, ഒരു 30 ഡിഗ്രി വരെയും. കാര്യം കുറച്ചും കൂടെ ഈ 23യുടെ ഉള്ളിലും കുറച്ചും കൂടെ 30യിലുമായിട്ട് 30 വരേൻ്റെ ഉള്ളിലും 23ക്കും 30ക്കും ഉള്ളിലായിട്ടും കൂടി ചില സ്ഥലങ്ങൾ കിടക്കാറുണ്ട്. അപ്പോൾ അതിനെയും കൂടി ചേർത്തിട്ട് നമുക്കിവിടെ സൗകര്യപൂർവ്വം ട്രോപ്പിക്കൽ എന്ന് വിളിക്കാം. യഥാർത്ഥത്തിൽ 23 വരെയാണ്. അപ്പോൾ പൊതുവെ നമുക്കൊരു 30 വരെയും കൂടി നമുക്ക് കൺസിഡർ ചെയ്യാം. എനിവേ, ഇതിനെയാണ് നമ്മൾ ട്രോപ്പിക്കൽ ഏരിയ എന്ന് പറയുക. അപ്പോൾ ഈ ട്രോപ്പിക്കൽ ഏരിയയിലാണല്ലോ ഈ ഇതുള്ളത്. അതുകൊണ്ട് ഇതിനെ ഒരു ട്രോപ്പിക്കൽ ഡെസീഡിയസ് ഫോറസ്റ്റ് എന്ന പേരിലും നമുക്ക് മൺസൂൺ ഫോറസ്റ്റിനെ വിളിക്കാം. അപ്പോൾ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്താണ്? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ഒരു ട്രോപ്പിക്കൽ ക്ലൈമാറ്റിക് റീജിയൻ കൂടിയാണ്. ട്രോപ്പിക്കൽ ക്ലൈമാറ്റിക് റീജിയൻ കൂടിയാണ്. ട്രോപ്പിക്കൽ ക്ലൈമാറ്റിക് റീജിയൻ കൂടിയാണ്. കാര്യം അത് വരുന്നത് എവിടെയാണ്? നമ്മൾ ഭൂപടം കണ്ടില്ലേ, 23യുടെയും 23 നോർത്തിൻ്റെയും 23 ഹാഫിൻ്റെയും ഇടയിലായിട്ട്. അതായത് കുറച്ചും കൂടെ ഒന്ന് ഇതിൽ 30 വരെയൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് ട്രോപ്പിക്കൽ ഏരിയയിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇക്വറ്റോറിയൽ റീജിയൻ പഠിച്ചു. ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 23.5 ഡിഗ്രി നോർത്തിനും 23.5 ഡിഗ്രി സൗത്തിനും ഇടയിൽ തന്നെയാണ് ഇക്വറ്റോറിയൽ വരുന്നത്. പക്ഷേ ഇക്വറ്റോറിയൽ റീജിയനെ നമ്മൾ ട്രോപ്പിക്കൽ എന്ന് അങ്ങനെ പൊതുവെ വിളിക്കാതെ അതിനെ അതായിട്ട് തന്നെ ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വിളിക്കുക. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ അവിടെയാണല്ലോ, അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇടയിലേക്ക് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ തന്നെ വിളിക്കാറുണ്ട്. പക്ഷേ ട്രോപ്പിക്കൽ തന്നെയാണ്, ചൂട് ലഭിക്കുന്ന സ്ഥലം തന്നെയാണ്. പക്ഷെ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതായി തന്നെ വിളിക്കുന്നു. അതല്ലാത്ത ബാക്കിയുള്ളതൊക്കെ നമുക്ക് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് വിളിക്കാം. അതിൻ്റെ മേലോട്ടേക്ക് നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് വിളിക്കില്ല. അതായത് ഒരു 23.5 ഡിഗ്രി നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു 30 വരെ, 30ന് അപ്പുറത്തേക്ക് നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് വിളിക്കില്ല. മൺസൂൺ റീജിയൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസ് ഇൻ ദ വേൾഡ്. അടുത്തൊരു പോയിന്റ് കിട്ടിയില്ലേ? മൺസൂൺ റീജിയൻ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ മോസ്റ്റ്ലി ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്.
അത് ആളുകൾ ഡെൻസിലി പോപ്പുലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. നിങ്ങളുടെ ക്ലാസ് റൂമിൽ എന്തുണ്ട്, ഒരു 50 കുട്ടികളുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്ത ക്ലാസ് റൂമിൽ ഒരു 100 കുട്ടികളുണ്ട്. ഇവിടെ പോപ്പുലേഷൻ സൈസ് എവിടെയാണ് കൂടുതൽ? ഈ രണ്ടാമത്തെ ക്ലാസ്സിലാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ പോപ്പുലേഷൻ സൈസ് കുറവാണ്. പക്ഷേ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ബെഞ്ചിനകത്ത് 5 കുട്ടികളാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ 6 കുട്ടികളാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഈ മറ്റേ ക്ലാസ്സിനകത്ത് ഒരു ബെഞ്ചിനകത്ത് 5 കുട്ടികളെ ഇരിക്കുന്നുള്ളൂ. അതായത് നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ വലുപ്പം കുറവാണ്, ഈ ക്ലാസ് റൂമിൻ്റെ വലുപ്പം കൂടുതലാണ്. അതുകൊണ്ടല്ലേ ഈ ക്ലാസ് റൂമിൽ ഒരു ബെഞ്ചിൽ 5 കുട്ടികളും നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഒരു ബെഞ്ചിൽ 6 കുട്ടികളും ഇരിക്കേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ഥലം കുറവും ആളുകളുടെ എണ്ണം, ആ സ്ഥലത്തിനനുസരിച്ചുള്ള ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ നിങ്ങൾക്കാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതൽ, ഇവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവാണ്. ഇത് നമ്മൾ റിയൽ എക്സാമ്പിളിലേക്ക് വരുമ്പോൾ ഒരു പ്രദേശം നമ്മൾ 1 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് എടുക്കും. അതായത് 1 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയുമുള്ള ഒരു സ്ക്വയർ കിലോമീറ്റർ ആക്കി എടുക്കും. അങ്ങനെ ഡിവൈഡ് ചെയ്യും. ഒരു പ്രദേശത്തെ നമ്മൾ ഇങ്ങനെ ഓരോ സ്ക്വയർ കിലോമീറ്റർ ഏരിയകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഓരോ സ്ക്വയർ കിലോമീറ്ററിനുള്ളിലും എത്ര ആളുകൾ വരുന്നു എന്ന് നോക്കും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും, പക്ഷേ ഈ സ്ക്വയർ കിലോമീറ്ററിലേക്ക് അവർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണം കുറവായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 3.5-4 കോടി ആളുകളാണുള്ളത്. എന്നാൽ UP പോലത്തെ സ്ഥലങ്ങളിൽ 17 കോടി ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ പോപ്പുലേഷൻ സൈസ് പ്രകാരം UP യിലാണ് കൂടുതൽ. പക്ഷേ കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റിയും UP യുടെ പോപ്പുലേഷൻ ഡെൻസിറ്റിയും നോക്കുമ്പോൾ കേരളമാണ് പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ മുന്നിൽ. കാര്യം കേരളത്തിൻ്റെ വലുപ്പം ചെറുതാണ്. ആ ജോഗ്രഫിക്കൽ വലുപ്പം വെച്ചിട്ട് ഓരോ സ്ക്വയർ കിലോമീറ്ററിനകത്ത് എത്ര ആൾക്കാരെന്ന് നോക്കുമ്പോൾ നമ്മുടെ ജനസംഖ്യ അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടേത് കൂടുതലാണ്. ഓക്കെ, അപ്പം ഇതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി, ആളുകളുടെ തിങ്ങിപ്പാർക്കുന്ന എണ്ണം. ആളുകളുടെ എണ്ണമല്ല, ആളുകൾ എത്രത്തോളം തിങ്ങിപ്പാർക്കുന്നു. ഇങ്ങനെ മൺസൂൺ റീജിയൻ പരിശോധിക്കുമ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം, ആളുകൾ ഇടതൂർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. കാര്യം ഹൈ റെയിൻഫോൾ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ലേബർ കീപ്സ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചർ റീജിയൻ. നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒരു കാലം വരെ ഏതായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു, അല്ലേ? നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യമടക്കം ഒരു അഗ്രേറിയൻ നാഷനാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട, നമ്മുടെ കേരളത്തിലെ പോലെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളിലാണ് ഏർപ്പെടുന്നത്. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് എന്ത് വേണം? നല്ല മഴ വേണം, ഹൈ റെയിൻഫോൾ. അവിടെ ജോലി ചെയ്യാൻ ആളുകളെ കിട്ടണം കൃഷിഭൂമിയിൽ. അവൈലബിലിറ്റി ഓഫ് ലേബർ, ഇതൊക്കെ എവിടെയുണ്ട്? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കൃഷിക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് അവിടെ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയ ആയിട്ട് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ മാറി. Tropical crops like rice, sugarcane, jute, cotton, tea and coffee are cultivated here. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കിട്ടി. ഇവിടെ കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണ്? ട്രോപ്പിക്കൽ ക്രോപ്സ് ആയിട്ടുള്ള റൈസ്, ഷുഗർകെയിൻ നെല്ല്, കരിമ്പ്, ജൂട്ട് എന്ന് പറഞ്ഞാൽ ചണം, അതായത് നമ്മൾ ഈ ചാക്കുനൂല് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉണ്ടാക്കുന്ന, കോട്ടൺ അതായത് പരുത്തി, നമ്മൾ ഡ്രസ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നൂല്, ടീ തേയില, കോഫി കാപ്പി, ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെയാണ്. ഇതൊക്കെ ട്രോപ്പിക്കൽ ക്രോപ്സ് ആണ്. ട്രോപ്പിക്കൽ ക്രോപ്സ് എന്താണെന്ന് അറിയില്ലേ? ട്രോപ്പിക്കൽ റീജൻസിൽ വരുന്ന, അതായത് നമ്മളുടെ ഈ പറയുന്ന 23.5 ഡിഗ്രി ഈ പറഞ്ഞ ചൂടുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കുന്ന, ഇക്വേറ്റർ കഴിഞ്ഞാൽ ചൂട് ലഭിക്കുന്ന ഈ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ക്രോപ്സുകൾ, ഇതൊക്കെയാണ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. വൈ ആർ ദീസ് ക്രോപ്സ് കോൾഡ് ട്രോപ്പിക്കൽ ക്രോപ്സ്? എന്തുകൊണ്ടാണ് ഇവയെ ട്രോപ്പിക്കൽ ക്രോപ്സ് എന്ന് വിളിച്ചത്? ട്രോപ്പിക്കൽ റീജിയനിൽ ചൂട് തട്ടുന്ന സ്ഥലത്ത് ചൂട് വേണം. ഈ സ്ഥലങ്ങൾക്കുള്ളിൽ ചൂട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലങ്ങൾക്കുള്ളിൽ കൃഷി ചെയ്യുന്ന, കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സുകളാണ്. ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ഈസ് പ്രിവൈലിംഗ് ഇൻ ദിസ് റീജിയൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം അഗ്രികൾച്ചർ ഉണ്ട് എന്നാണ് പറയുന്നത്, കൃഷിയുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ റയർ ഏരിയാസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ഓൾസോ എക്സിസ്റ്റ്. ചില ഏരിയകളിൽ അവിടെ ഈ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനിൽ ചില ഏരിയകളിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനാണ് ചെയ്യുന്നത്. എന്താണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറാണ്. സാധാരണ രീതിയിൽ വെള്ളമൊക്കെ ഉള്ള നല്ല രീതിയിൽ എങ്ങനെയാണോ കൃഷി ചെയ്യുന്നത് ആ രീതിയിലാണ് അവിടെ കൃഷി ചെയ്യാറുള്ളത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ചെയ്യുന്നത് പ്രിമിറ്റീവ് രീതിയിലുള്ള കൃഷിയാണ്. അത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനാണ്. എന്താണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ? നിങ്ങൾ ഇതിനു മുമ്പ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ കേട്ടിട്ടുണ്ടോ?
ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നു, എന്നിട്ട് അവിടെ ഒരു ക്രോപ്പ് നമ്മൾ കൃഷി ചെയ്തു. ആ കൃഷി ചെയ്ത സംഗതികൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അതിൽ തന്നെ ഇട്ടിട്ട്, ആ മണ്ണിൽ തന്നെ ഇട്ടിട്ട് അവിടെ ആ മണ്ണിനെ വേറൊരു കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നു, വേറൊരു ക്രോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞാൽ അതും അവിടെ തന്നെ ഇട്ടിട്ട് അതിൻ്റെ വളമായിട്ട് യൂസ് ചെയ്ത് അടുത്ത ഒരു എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന വേറൊരു കൃഷി ചെയ്യുന്നു. ഇങ്ങനെ ഒരു കൃഷിഭൂമിയെ തന്നെ ഒന്നിലധികം ക്രോപ്സുകൾ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ചെയ്ത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ കൃഷിഭൂമിയുടെ ആ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ഈ ലാൻഡ് ഉപേക്ഷിച്ച് മറ്റൊരു ലാൻഡിലേക്ക് പോയിട്ട് ഇതുപോലെ ഡിഫറെൻറ്റ് ക്രോപ്സുകളെ ഒരേ ഭൂമിയിൽ കൃഷി ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൃഷിഭൂമി ആയിട്ട് നമ്മുടെ നെൽപ്പാടം എടുത്തു കഴിഞ്ഞാൽ നെൽപ്പാടത്ത് നമ്മൾ നെല്ല് മാത്രമല്ലേ കൃഷി ചെയ്യുള്ളൂ. പക്ഷേ അവിടെ വേറെയും പലതും ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് ഈ ലാൻഡിൻ്റെയും ഫെർട്ടിലിറ്റി കഴിയുമ്പോൾ വേറെ ഒന്നിലേക്ക് പോകുക. ഇതിനെയാണ് നമ്മൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുക. ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ സാധാരണ ചെയ്യാറുള്ളത് ഈ കാടുകളിൽ ട്രൈബ്സാണ് ചെയ്യാറുള്ളത്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. കാര്യം കാട്ടിൽ വളരെ കുറച്ച് സ്ഥലം മാത്രമാണ് കൃഷിക്ക് പറ്റിയ സ്ഥലങ്ങൾ ഉണ്ടാവുള്ളൂ. കൃഷി ചെയ്യാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ കാടുകളിൽ വളരെ കുറവായിരുന്നു. അപ്പോൾ ആളുകൾ ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യും, ഇത് ചെയ്യും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഈ ഷിഫ്റ്റിംഗ് അങ്ങനെ അവർ വേറെ സ്ഥലം, അതിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ മൺസൂണിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനാണ്. അതൊരു പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ആണ്, അതായത് പഴയ ഒരു രീതിയാണ്, കൃഷിയുടെ ഒരു പഴയ രീതിയാണ്. ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഹാസ് ഡിഫറെൻറ്റ് നെയിംസ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ഓഫ് ദ മൺസൂൺ റീജിയൻ. മൺസൂൺ റീജിയനിൽ പല സ്ഥലത്തും പല പേരുകളിലാണ് ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അറിയപ്പെടുന്നത്. ഏതൊക്കെ പേരുകളിലാണ് അത് അറിയപ്പെടുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ അത് ജൂം എന്നാണ് അറിയപ്പെടുന്നത്. ജൂം കൾട്ടിവേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിൽ മിൽപ്പ എന്നറിയപ്പെടാറുണ്ട്, മിൽപ്പ. ചില സ്ഥലങ്ങളിൽ സ്ലാഷ് ആൻഡ് ബേൺ എന്നുള്ള പേരിൽ അറിയപ്പെടാറുണ്ട്. ഇങ്ങനെ പല പേരുകളിലാണ്. നമ്മുടെ ഇന്ത്യയിൽ ജൂം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. With the variations in the availability of rainfall, the type, height and diversity of flora also vary. അതായത് ഈ പറയുന്ന റെയിൻഫോൾ ലഭിക്കുന്നതിനനുസരിച്ചിട്ട് ഉണ്ടാകുന്ന ചെടികൾ അല്ലെങ്കിൽ മരങ്ങളുടെ ഒക്കെ ഒരു ടൈപ്പും അതിൻ്റെ ഉയരവും ഒക്കെ അതിൻ്റെ ഡൈവേഴ്സിറ്റിയും ഒക്കെ എന്താണ് വളരെ വ്യത്യാസമാണ്. അതായത് നല്ലോണം മഴയും നല്ലോണം ചൂടും ഒക്കെ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നല്ല ഉയരമുള്ള മരങ്ങളുണ്ടാവും, നല്ല വെറൈറ്റി മരങ്ങളുണ്ടാവും. അല്ലാത്ത സ്ഥലങ്ങളിൽ അത് അത്രത്തോളം ഹൈറ്റ് ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. ഹൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ചെടികൾക്ക് വളരാൻ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നല്ല വെള്ളമൊന്നും കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ ഈ പറയുന്ന പോലെ മരങ്ങൾ വലിയ ഉയരത്തിലേക്ക് പോവില്ല. ഡൈവേഴ്സിറ്റി ഈസ് എവിഡൻറ്റ് ഇൻ ഫോണ ഓൾസോ. അതായത് ജീവികളുടെ കാര്യത്തിലും ഇതേ വ്യത്യാസങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ ഒരുപാട് മൃഗങ്ങളും ജീവജാലങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ചില സ്ഥലങ്ങളിൽ കുറവായിരിക്കും. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനെ നമ്മൾ സമയമെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ക്ലൈമാറ്റിക് റീജിയനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. എനിവേ, താങ്ക് യു സോ മച്ച്.